നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. ചൂണ്ടലിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയിരുന്ന സ്വകാര്യ വാനിൽ കാറിടിച്ച് 5 പേർക്ക് പരിക്ക്. ചൂണ്ടൽ ഐസ് പ്ലാന്റിന് സമീപം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തുനിന്നും സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലേക്ക് വരികയായിരുന്ന വാനിലേക്കാണ് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ ഇടിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ചൂണ്ടലിലെ പുതിയ പാലം കയറി വന്ന കാർ എതിർദിശയിൽ നിന്നും പഴയ പാലത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടെ വാനിന്റെ സൈഡിലാണ് ഇടിച്ചത്. കാറിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്കും വാനിലുണ്ടായിരുന്ന ചില വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. കാർ യാത്രികരായ റൊണാൾഡ് തോമസ്, ബീന തോമസ്, റീറ്റ സോളമൻ, അനിൽ സോളമൻ എന്നിവരും ലേഡി ഇമ്മാക്കുലേറ്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി കേച്ചേരി സ്വദേശി റിസിൻ എന്നിവരെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗത തടസ്സം നേരിട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പ്രസിദ്ധമായ കിഴൂർ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ വിശേഷാൽ പൂജകൾ ഉണ്ടായി. ഉച്ചയ്ക്ക് 1 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. കൊമ്പൻ പീച്ചിയിൽ ശിവൻ ഭഗവതിയുടെ തിടമ്പേറ്റും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ദേശപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി തുടങ്ങും. 6 മണിക്ക് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ തുടങ്ങി പേരുകേട്ട 31 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 31 ദേശപൂരങ്ങൾ ആനപ്പൂരത്തിൽ പങ്കെടുക്കും. 5 ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെയ്യം വേല ആഘോഷങ്ങൾ രാത്രി 7 മണിയോടെ ക്ഷേത്രത്തിലെത്തും. പൂരത്തിന്റെ ഭാഗമായി സംയുക്ത ഉത്സവ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 വർഷമായി നടത്തുന്ന കാർത്തിക ഫെസ്റ്റ് കോളേജ് ഗ്രൌണ്ടിൽ ഈ വർഷവും നടക്കും. കിഴൂർ ശ്രീ കാർത്തിയേനി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം CCTV പ്രാദേശിക ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. ക്രിസ്തുമസ് കരോളുകൾക്ക് തുടക്കം കുറിച്ച് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ കരോൾ നടന്നു. പള്ളി അങ്കണത്തിൽ നിന്നാണ് കരോളിന് തുടക്കമായത്. മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി സെക്രട്ടറി KP സാക്സന്റെ വസതിയിലും ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ കരോൾ സംഘമെത്തി ഗാനങ്ങൾ ആലപിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ഇടവക ട്രസ്റ്റി PK പ്രജോത്, സെക്രട്ടറി K ബാബു ഇട്ടുപ്, ഭരണസമിതി അംഗങ്ങൾ, യുവജന പ്രസ്ഥാനം അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ യുവജന സംഘടന മജ്ലിസ് ഗുദ്ദാമുൽ അഹമ്മദിയ കേരള ഘടകം പ്രസിഡന്റും ഭാരവാഹികളും ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ സന്ദർശനം നടത്തി. പ്രാദേശിക യുവജന സംഘടനാ പ്രവർത്തക സമിതിയെ നേരിൽ കാണുകയുമാണ് പര്യടനത്തിന്റെ ഉദ്ദേശലക്ഷ്യമെന്ന് റോഷൻ അഹമ്മദ് സംഘവും പറഞ്ഞു. ആളൂരിലെ അഹമ്മദിയ യുവജന സംഘടനാ പ്രവർത്തനങ്ങളെ സംഘം വിലയിരുത്തി. കേരള സ്റ്റേറ്റ് ഭാരവാഹികളായ റോഷൻ അഹമ്മദ് കോഴിക്കോട്, അമീർ സഈ വയനാട്, മജിസ് ഗുദ്ദാമുൽ അഹമ്മദിയ ഇൻസ്പെക്ടർ ഗുലാം അഹമ്മദ് കശ്മീർ, ജില്ലാ ഭാരവാഹികളായ മുസ്ലിഖ് മുറിയക്കണ്ണി, മുസദിഖ് മുറിയക്കണ്ണി, ആളൂർ അഹമ്മദിയ യുവജന സംഘടനാ പ്രസിഡന്റ് താഹിർ അഹമ്മദ്, ചാവക്കാട് യുവജന സംഘടനാ പ്രസിഡന്റ് ഹിഷാം ആളൂർ, അഹമ്മദിയ മുസ്ലിം മിഷണറി മൗലവി ഗുലാം അഹമ്മദ് എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ഭാരവാഹികളടങ്ങുന്ന എടക്കളത്തൂർ നിർമ്മല ഓർഫനേജിലെ അന്തേവാസികളെ സന്ദർശിച്ച ഭക്ഷണ സാധനങ്ങളും വിതരണം ചെയ്തു. ഇതോടെ ന്യൂസ് അറ്റ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.